ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ വീണ്ടും എൻ്റെ യാത്ര തുടങ്ങുകയാണ്. ഇന്നലെ ഹൈദരാബാദിൽ നിന്ന് രാത്രി ഹൈദരാബാദിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്ന് രാവിലെ ഗോൽക്കൊണ്ട ഫോർട്ടും കണ്ട് നേരെ ഛത്തീസ്ഗഡിലേക്കുള്ള യാത്രയിലേക്കാണ്. ഛത്തീസ്ഗഡ് റായ്പൂരാണ് എൻ്റെ ലക്ഷ്യസ്ഥാനം. റായ്പൂർക്ക് ഇന്ന് തന്നെ ഓടിയെത്താൻ പറ്റുമെന്ന് അറിയില്ല. 751 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് തെലുങ്കാനയിലെ തന്നെ മറ്റൊരു വലിയ ടൗണാണ് നിസാമാബാദിലായിരിക്കും ഇന്ന് മിക്കതും റൂം എടുക്കുക. അതുകൊണ്ട് അങ്ങനെ എൻ്റെ യാത്ര തുടരുകയാണ്. ഹൈദരാബാദ് വലിയ ടൗണാണ്. ഹൈദരാബാദ് വളരെ 400 വർഷത്തോളം പഴക്കമുള്ള 1591 കുത്തബ് ഷാഹി സുൽത്താൻ മുഹമ്മദ് കുലി ഡിസൈൻ ചെയ്ത നഗരമാണ്. അവിടെ നിന്നാണ് പിന്നീട് വന്ന പുതിയ ഹൈദരാബാദെല്ലാം ഉണ്ടായി. ആന്ധ്രാപ്രദേശിന് ജൂലൈ 30 ഇന്ത്യ ഗവൺമെൻറ് രണ്ടായി വിഭജിച്ച് തെലുങ്കാന സംസ്ഥാനം രൂപീകരിച്ചു. ഇപ്പോൾ തെലുങ്കാന സംസ്ഥാനത്തിൻ്റെ ക്യാപിറ്റലാണ് ഹൈദരാബാദ്. സിറ്റിയിലുള്ള റോഡ് ആയാലും നമുക്ക് വഴിയിൽ നല്ല നല്ല കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളൊക്കെ കാണാം. അതുപോലെയാണ് ഇത്. ഇവിടെ ഒത്തിരി പ്രാവുകൾക്കൊക്കെ ആൾക്കാർ അരിയും ചോളവും ഒക്കെ ഇട്ടുകൊടുത്ത് അവർക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. ഈ ചില സംസ്ഥാനങ്ങളിലെല്ലാം ഇവർക്കുള്ള കൂടുകൾ മനുഷ്യനിർമ്മിതമായി തന്നെ ചിലയിടത്തൊക്കെ ഉണ്ടാക്കി, ഓരോ ചെറിയ ചെറിയ പൊത്തുകളൊക്കെ ഉണ്ടാക്കി വലിയ മരം കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വഴിനീളം. ഹൈദരാബാദ് സിറ്റി ട്രാഫിക് നല്ല കൂടുതലുള്ള സിറ്റി തന്നെയാണ്. എന്നിരുന്നാലും ഇപ്പോൾ രാവിലെ സമയമായത് കാരണം അധികം ട്രാഫിക് ഇല്ല. സിറ്റിയിലെ റോഡുകളെല്ലാം തന്നെ നല്ല ക്ലീനും, അതുപോലെ തന്നെ ഒരു സൈഡിൽ കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പാതയും, ഒത്തിരി ആൾക്കാർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി തന്നെ മരങ്ങളും അവിടെ കോൺക്രീറ്റിൻ്റെ ബെഞ്ചുകളും എല്ലാം തന്നെ ഉണ്ടാക്കി വളരെ മാതൃകാപരമായ രീതിയിൽ തന്നെ ഉള്ള ഒരു സിറ്റി ഡെവലപ്മെൻറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ നഗരത്തിന് അടുത്തായി തന്നെ കടൽ എന്നർത്ഥം വരുന്ന സാഗർ എന്നറിയപ്പെടുന്ന നിരവധി തടാകങ്ങളുണ്ട്. അതിലൊന്നാണ് ഹുസൈൻ സാഗർ. അത് നഗരത്തിന് സമീപമാണ്. 1562 നിർമ്മിച്ചതാണ്. അതിന് സൈഡിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ച് പോകുന്നത്. ടൗണിലെ കാലാവസ്ഥ പറയുകയാണെങ്കിൽ ഹൈദരാബാദിൽ മിക്കതും ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്. ഒരു ഡിസംബർ മുതൽ ഫെബ്രുവരി മാത്രമാണ് ഒരു ശരാശരി ചൂട് കുറഞ്ഞ കാലാവസ്ഥയിലുള്ളത്. ജൂൺ മുതൽ മഴയും തുടങ്ങും. അല്ലെങ്കിൽ ഒരു 40 ഡിഗ്രി വരെയൊക്കെ ചൂട് വരാറുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഇതിൽ തന്നെ വലിയൊരു സൂ ഉണ്ട്. അതിൻ്റെ പേര് നെഹ്റു സുവോളജിക്കൽ പാർക്ക് എന്നാണ്. പക്ഷേ എനിക്ക് സമയം വളരെ കുറവുള്ള കാരണം, എല്ലായിടത്തും ഇന്ത്യ മുഴുവൻ ഓടിയെത്താനുള്ള കാരണം ഞാൻ സൂ കാണാൻ പോയി. അങ്ങനെ വണ്ടി ഓടിച്ച് നിസാമാബാദിലെത്തിയപ്പോൾ രാത്രിയായി. അവിടെ ഞാൻ താമസിച്ച ലോഡ്ജാണ് ഫോർ സീസൺ ഹോട്ടലിലാണ് ഞാൻ താമസിച്ചത്. കുഴപ്പമില്ല, ചെറിയ നല്ല ഹോട്ടലാണ്. എന്നിരുന്നാലും സിറ്റിക്ക് അടുത്ത് തന്നെയാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഇതാണ് റൂമിൻ്റെ ഉൾഭാഗം. ചെറിയ സൗകര്യങ്ങളെല്ലാം തന്നെ. പിന്നെ നമ്മൾ പൈസ ചുരുക്കിയുള്ള യാത്രയായ കാരണം ഇങ്ങനെയുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ തയ്യാറാവണം. ഒത്തിരി വലിയ വലിയ സൗകര്യങ്ങളൊക്കെ പോയാൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങില്ല. എൻ്റെ ഒരു 90 ദിവസം ഉൾപ്പെടുന്ന ഒരു യാത്രയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉൾപ്പെടുന്നില്ല. ഇത് ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് ഞാൻ സിറ്റിയിലേക്ക് വെറുതെ ഒന്ന് ക്യാമറ തിരിച്ചപ്പോൾ കിട്ടിയ ചെറിയ വീഡിയോസുകളൊക്കെയാണ്. അപ്പോൾ പരിസരമൊന്നും കുഴപ്പമില്ല. ഞാൻ വൈകിട്ട് ആണ് ഇവിടെ എത്തിച്ചേർന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഹോട്ടലിൽ നിന്ന് കുളിച്ച് ഫ്രഷായി താഴത്ത് ഇറങ്ങി അവിടുത്തെ ഏതെങ്കിലും നല്ലൊരു കടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള രീതിയിൽ പുറത്തിറങ്ങി. അപ്പോൾ ഒരു JR ലിക്വർ മാർട്ട് കണ്ടു. ഒരു ബീറൊക്കെ അവിടെ നിന്ന് മേടിച്ച് അതൊക്കെ റൂമിലൊക്കെ കൊണ്ടുപോയി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഒരു പാഴ്സലൊക്കെ മേടിച്ച് അങ്ങനെ റൂമിലേക്ക് പോന്നു. തെലുങ്കാനയിലെ വലിയൊരു ജില്ലയാണ് നിസാമാബാദ്. അതിൻ്റെ ആസ്ഥാനം കൂടിയാണ് നമ്മളിന്ന് താമസിക്കുന്ന സ്ഥലം. ഈ ഹൈദരാബാദിലെ നിസാം എന്നർത്ഥമുള്ള നിസാമിൽ നിന്നും ഉറുദുവിലെ നഗരം എന്നർത്ഥം വരുന്ന അബാദിൽ നിന്നുമാണ് നിസാമാബാദ് എന്ന പേര് വന്നത്. ഇതൊരു കോർപ്പറേഷൻ കൂടിയാണ്. നിസാമാബാദ് മഹാരാഷ്ട്ര സംസ്ഥാനവുമായി
അതിർത്തി പങ്കിടുന്നു. ദേശീയപാത 44 നോർത്ത് സൗത്ത് കോറിഡോർ നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ദേശീയപാത 63 ഈ നിസാമാബാദിൽ നിന്നാണ് തുടങ്ങുന്നത്. നിസാമാബാദും ഇതുപോലെ തന്നെ നല്ല വൃത്തിയേറിയ റോഡുകളും നടുവിലെല്ലാം ഡിവൈഡേഴ്സുകളൊക്കെ പച്ചപ്പ് വെച്ച് നല്ല ലൈറ്റൊക്കെ വിട്ട് നല്ല വൃത്തിയായി നോക്കുന്ന ഒരു ടൗണാണ് ഈ സ്ട്രീറ്റൊക്കെ. തെലങ്കാന പ്രത്യേകിച്ച് നല്ല വൃത്തിയൊക്കെ ഉണ്ട്. പിറ്റേന്ന് റായ്പൂർക്കുള്ള യാത്ര ആരംഭിക്കണം. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വീണ്ടും റൂമിലേക്ക് തിരിച്ചു. ഈ നിസാമാബാദിൽ നിന്ന് മഹാരാഷ്ട്രയിലെ സഗോലി എന്ന സ്ഥലത്തേക്കാണ് ഇനി എൻ്റെ യാത്ര. നിസാമാബാദ് ടു സഗോലി ഒരു 450 കിലോമീറ്റർ യാത്രയുണ്ട്. ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ യാത്രയിലുടനോളം ടൗൺ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. അതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഈ പ്ലേസ് തിരഞ്ഞെടുക്കുന്നത് വളരെ കുറവാണ്. ഈ സഗോളി മഹാരാഷ്ട്രയുടെ ഒരു മുനിസിപ്പൽ ടൗൺ കൂടിയാണ്. അങ്ങനെ ഈ വഴിനീളെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോസാണ്. വഴിനീളെ പ്രത്യേകിച്ച് കാണാനൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല നല്ല മഴയായ കാരണം ക്യാമറ പുറത്തെടുക്കാനും സാധിച്ചില്ല. അങ്ങനെ നമ്മൾ താൽക്കാലികമെങ്കിലും 5ാമത്തെ സംസ്ഥാനമായ മഹാരാഷ്ട്രയിലേക്ക് കടന്നിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ സകോലി എന്ന ടൗണിൽ ഇവിടെ അടുത്ത് തന്നെയാണ് ഞാൻ റൂം എടുത്തത്. ഈ സകോലി മഹാരാഷ്ട്രയിലെ ഭണ്ഡാര ജില്ലയിലെ ഒരു മുനിസിപ്പൽ ടൗൺ കൂടിയാണ്. മുംബൈയിൽ നിന്ന് കൊൽക്കത്ത NH6 ഈ സകോലിയിലൂടെ കടന്നു പോകുന്നുണ്ട്. സകോലിയിൽ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് പ്ലേസുകളൊന്നും അധികമില്ലാത്ത ഒരു സ്ഥലമാണ്. ഒരു പക്ഷി സങ്കേതവും നാഗ്സിറ നാഷണൽ പാർക്കും മാത്രമാണ് ഇവിടെയുള്ളത്. കൂടുതലും കൃഷി സ്ഥലങ്ങളൊക്കെയാണ് കാണുന്നത്. വാഴകൃഷിയും ഗോതമ്പും നെല്ല് കൃഷിയും ബാജര കൃഷിയൊക്കെ വഴിനീളെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായ റായ്പൂർക്ക് 185 കിലോമീറ്ററാണ് യാത്രയുള്ളത്. സകോലിയിൽ ഒരു വലിയ ഫ്ലൈ ഓവർ എന്ന് പറയാൻ പറ്റില്ല, ഒരു എലിവേറ്റഡ് ഹൈവേ ആണ് ഈ തൊട്ടടുത്ത കൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇതിനടിയിൽ വഴിയോര കച്ചവടം, പ്രത്യേകിച്ച് പച്ചക്കറി ഫ്രൂട്ട്സ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നു. ഈ ടൗണ് ഈ എലിവേറ്റഡ് ഹൈവേ പോകുന്ന കാരണം ശരിക്കും പറയുകയാണെങ്കിൽ ഈ ടൗൺ ഉറങ്ങിപ്പോയിട്ടില്ല. അതായത് ഹൈവേ കൂടെ പോകുന്ന ആൾക്കാർ അങ്ങനെ എലിവേറ്റഡ് ഹൈവേ കൂടെ പോവുകയും ചെയ്യും. താഴത്ത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ചെറിയൊരു അണ്ടർ പാസേജും ഇട്ട് അതിന് ഇരുവശവും വലിയ ബ്രിക്സ് കൊണ്ട് മതിൽ കെട്ടി മണ്ണ് നിറയ്ക്കുന്ന ഒരു സിസ്റ്റം അല്ല ഇവിടെ പലയിടത്തും കാണുന്നത്. വലിയ തിരക്ക് ഇല്ലാത്ത സ്ഥലത്തു പോലും അവർ വളരെയധികം ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതൊരു മാതൃകയാക്കാവുന്നതാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം. പ്രത്യേകിച്ച് കേരളത്തെ പോലെ ഒത്തിരി ജനസാന്ദ്രത കൂടിയ ഭാഗത്തെ കൂടെ റോഡ് വരുന്നതിനേക്കാൾ നല്ലത് ചിലവ് കൂടുമെങ്കിലും ഈ എലിവേറ്റഡ് ഹൈവേ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ റോട്ടിലല്ല കച്ചവട മറ്റേ വഴിയോര കച്ചവടം, ഇതിൻ്റെ സർവീസ് റോട്ടിലാണ്. മെയിൻ റോഡ് അത് ദൃശ്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മെയിൻ റോഡ് ശരിക്ക് കമ്പിവേലിയൊക്കെ ഇട്ട് തിരിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് മെയിൻ റോഡ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല, എന്നാലും നല്ല രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇഷ്ടം പോലെ വഴിവാണിഭക്കാർ, അതായത് ഒരേ തരത്തിലുള്ള പച്ചക്കറികളായാലും വ്യത്യസ്തമായ പച്ചക്കറികളായാലും ഒത്തിരി പേർക്ക് അവിടെ വഴിയോര കച്ചവടങ്ങളും നടത്താൻ പറ്റുന്നുണ്ട്. നമുക്കിത് ഞാൻ അവിടെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഇങ്ങനെ പച്ചക്കറി വരും, ഇത്ര അധികം വരും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ കുറേശ്ശെ എന്നാലും കൊണ്ടുവന്ന് വെക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ എലിവേറ്റഡ് ഹൈവേക്ക് അടുത്ത് തന്നെയാണ് ഞാൻ റൂം എടുത്തിരിക്കുന്നത്. ഇത് ഈ ടൗണിലെ ദൃശ്യങ്ങളെല്ലാം കണ്ട്, അതായത് ഈ പച്ചക്കറി കച്ചവടമൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം ഇതിലെ വണ്ടിയെല്ലാം ഓടിച്ച് ഇതിലെ നടന്നു. ഇവിടുന്ന് ഇവരുടെ ജില്ലാ ആസ്ഥാനത്തേക്ക്, അതായത് ഭണ്ഡാര എന്ന് പറഞ്ഞ ഇവരുടെ ജില്ലാ ആസ്ഥാനത്തേക്ക് 42 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അതിർത്തി തന്നെയാണ്. ഇവിടുന്ന് 185 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. ഇനി ഇത്രയും ദൂരം കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനം റായ്പൂർ എത്തും. റായ്പൂർ നമുക്ക് എല്ലാവർക്കും അറിയാം, മറ്റേ സ്റ്റീൽ സിറ്റിയുടെ നാടാണ്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സകോലിയിൽ ഞാൻ താമസിച്ചത്
ഹോട്ടൽ പാരഡൈസ് സക്കോലിയിലാണ്.
Thank you.